ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ചെമ്മീൻ പൂവിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ രേവതി അമ്മയ്ക്ക് കുറച്ച് പൈസയൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും മോളെ ഇനി പൈസ കൊണ്ടുവരാനായിട്ട് ഇങ്ങോട്ട് വരണ്ടട്ടോ മോളെ, അത് ശരിയല്ല എന്നൊക്കെ രേവതിയെ പറഞ്ഞ് മനസ്സിലാക്കിയാണ്. പക്ഷേ രേവതിയാണെങ്കിൽ അമ്മ ഇതൊക്കെയല്ലേ എൻ്റെ സന്തോഷം, ഞാൻ പൈസ തരുമ്പോൾ അമ്മ വേണ്ടെന്ന് പറയരുത്, ദേ ഇതൊക്കെ ഞങ്ങളുടെ സന്തോഷമാണ് അമ്മേ. ദൈവമേ, എൻ്റെ 3 മക്കളും നല്ല രീതിയിലായല്ലോ, അത് തന്നെയാണ് അമ്മയുടെ ഏറ്റവും വലിയ സന്തോഷം മക്കളെന്നും പറഞ്ഞുകൊണ്ട് രേവതിയെ കെട്ടിപ്പിടിച്ച് അങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വർഷയാണ്. അപ്പോൾ വർഷ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി കയറിയിരിക്കുകയാണ്. അപ്പോൾ ആ കയറുന്ന സമയത്ത് കുറച്ച് റെക്കോർഡ് ചെയ്തു. അതിൻ്റെ സമയത്താണ് അമ്മ വരുന്നത്, ഈ വർഷയുടെ അമ്മ വരുന്നതാണ്. അപ്പോൾ വർഷയുടെ അമ്മയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഡയറക്ടർ ആണെങ്കിൽ ആ വർഷയുടെ അമ്മ വന്നിരിക്കുന്നു, ഇനി റെക്കോർഡ് പിന്നെ ചെയ്താൽ മതി കേട്ടോ, പോയി സംസാരിക്കുക. അങ്ങനെ വർഷ നേരെ അമ്മയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്താ അമ്മ എന്താ വന്നതെന്ന് ചോദിച്ചപ്പോഴേക്കും എടേ നിന്നെ കണ്ട് ചില കാര്യങ്ങളെല്ലാം സംസാരിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. എന്ത് സംസാരിക്കാനായിട്ട്? റെക്കോർഡ് സമയത്താണ് അമ്മ ഇങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് വരുന്നത്. അല്ലാതെ ഫോണിൽ വിളിച്ചുകൂടെ സംസാരിക്കാമല്ലോ? അതല്ല, ഞാനേ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ടാണ് വരുന്നത്. അതിനിപ്പോൾ എന്താ, അവിടെ വെച്ച് ഞാൻ ശ്രീകാന്തിനെ കണ്ടു. ശ്രീകാന്തിനെ കണ്ടെന്ന് വിചാരിച്ചാൽ എന്താ കുഴപ്പം? എന്തിനും മേടിക്കാൻ വേണ്ടി പോയായിരിക്കും. അതല്ലെന്നേ, ശ്രീകാന്തിൻ്റെ ഇപ്പോൾ ഒരു പെണ്ണ്. ശ്രീകാന്തിൻ്റെ ഇപ്പോൾ ഒരു പെണ്ണോ? ആരാ നമ്മ ചോദിച്ചില്ലേ? ഞാൻ ചോദിച്ചു ആരാന്ന്. ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൻ പറഞ്ഞത് അവൻ്റെ ഹോട്ടലിൻ്റെ ഓണറാന്ന്. ഓ അത് ശരി, അതിനിപ്പോൾ എന്താ കുഴപ്പം? ഹോട്ടലിൻ്റെ ഓണറാണെങ്കിൽ എന്താ കുഴപ്പമെന്നോ? നീ എന്താ മോളിങ്ങനെ ഒരു ഇതില്ലാതെ പറയുന്നത്? എന്താ കുഴപ്പമെന്ന് ചോദിക്കുന്നു. അവിടെ എന്തെങ്കിലും പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോയതായിരിക്കുമെന്നേ. അതിനിപ്പോൾ എന്താ പ്രശ്നം? പർച്ചേസ് ചെയ്യാൻ വേണ്ടിയൊന്നും അല്ല, അവർക്ക് തമ്മിൽ കാണാൻ വേണ്ടിയാണ്. തമ്മിൽ കാണാൻ വേണ്ടിയോ? ആ പെണ്ണ് വശപ്പശ കാണുമെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷേ അവളെ സൂക്ഷിക്കണം. ശ്രീകാന്തിന് എനിക്ക് വിശ്വാസമൊക്കെയാണ്, അവൻ നല്ല ചെറുപ്പക്കാരനുമാണ്. പക്ഷേ ഒരു പെണ്ണ് ഒരുപാട് ഇടപഴകി അവൻ്റെ മനസ്സ് മാറിയാലോ? അവൻ്റെ മനസ്സ് മാറ്റാൻ ശ്രമിച്ചാലോ? ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്ക് അമ്മയ്ക്കന്ന് തെറ്റി. ശ്രീകാന്തിനെ കുറിച്ച് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. ശ്രീകാന്ത് അങ്ങനെ ഒരാളല്ല. എത്ര കൊടുങ്കാറ്റ് വന്നടിച്ചാലും ശ്രീകാന്തെ മലയാ, അവിടെ തന്നെ നിൽക്കും. അത് അങ്ങോട്ടും വലയില്ല ഇങ്ങോട്ടും വലയില്ല. ശ്രീകാന്തിനെ ഒറ്റ മനസ്സേ ഉള്ളൂ. അതുകൊണ്ട് ആ മനസ്സ് മാറില്ലെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. ഇങ്ങനത്തെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് എൻ്റെ മുന്നിലേക്ക് വരാൻ നിൽക്കരുത്, എൻ്റെ സമയം കളയാൻ നിൽക്കരുത്. ഞാനേ ഡയറക്ടറോട് പറയാൻ പോവാ, ഇനി അമ്മ ഇവിടെ വന്നു കഴിഞ്ഞാൽ കയറ്റരുതെന്ന്. പിന്നെ അമ്മയ്ക്ക് ഇവിടെ പ്രവേശനം പോലും ഉണ്ടാവില്ല, മനസ്സിലായല്ലോ എന്നും പറഞ്ഞുകൊണ്ട് വർഷം അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും മഹിമ ആകെ ചമ്മിന്നറിയൊരു അവസ്ഥയിലായിപ്പോയി. എന്ത് പറയണമെന്ന് അറിയാൻ പാടത്തൊരവസ്ഥ. അങ്ങനെ നമ്മുടെ സുധിയെ കാണിക്കുകയാണ്. അപ്പോൾ സുധിയെ കാണിച്ചു കഴിഞ്ഞപ്പോഴേക്കും സുധി നല്ല ഉറക്കം, കൂർക്കം വലിച്ച് ഇങ്ങനെ ഉറങ്ങുക. അങ്ങനെ കൂർക്കം വലിച്ച് ഉറങ്ങുന്ന സമയത്ത് ശ്രുതി വന്ന് വിളിക്കുകയാണ്. സുധി, എന്താ സുധി കാണിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. എന്നെ ഉറങ്ങാൻ സമ്മതിക്കില്ലേ? കൂർക്കം വലിച്ച് കിടന്ന് ഉറങ്ങാൻ വേണ്ടിയാണ് ഷോറൂമിലേക്ക് വരുന്നത്. ഒന്ന് എണീറ്റണ്ടേ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ശ്രുതി, ഇവിടെ ഒരു ഈച്ചക്കുഞ്ഞ് പോലും വരുന്നില്ല, പിന്നെ ഉറങ്ങണ്ടേ ശ്രുതി? പിന്നെ ഉറങ്ങാതല്ലാതെ പിന്നെ എന്ത് ചെയ്യാനാണ്? ഇങ്ങനെ ഉറങ്ങുന്നത് അത്ര നല്ല കാര്യമല്ല. അപ്പോഴേക്കും ഈ ബോഡി ഗാർഡ് ആണെങ്കിൽ എങ്കിൽ പിന്നെ ഞാനും ഉറങ്ങും. നീ ഉറങ്ങിയ ശരിയായി കളയും. എടാ, ഞാൻ ഇങ്ങനെ കിടന്ന് ഉറങ്ങുമ്പോൾ എന്നെ പരിചരിക്കാൻ വേണ്ടിയാണ് നിന്നെ ഇവിടെ പിടിച്ച് നിർത്തിയിരിക്കുന്നത്. അപ്പം നീ കിടന്ന് ഉറങ്ങുമെന്നോ? ഞാൻ വല്ലതും പറഞ്ഞാലുണ്ടല്ലോ എന്നൊക്കെ പറയാം. ഇല്ല സാർ, ഞാൻ ഉറങ്ങില്ല, ഞാൻ സാറിന് കാവലത്തായി തന്നെ ഇരിക്കാം. യെസ് ബോസ് എന്നൊക്കെ പറയണം. എന്ത് പറഞ്ഞാലും യെസ് ബോസ് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങ് നിന്നോളൂ. ഒരു ഉത്തരവാദിത്വം ഇല്ലാത്തൊരു മനുഷ്യൻ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ശ്രുതി ഇങ്ങനെ നോക്കി കഴിഞ്ഞപ്പോഴേക്കും വലിയൊരു വമ്പൻ സ്രാവിനെ പോലെ ഒരാൾ വരിക, പണക്കാരനെ പോലെ. ശ്രുതി, ഏതൊരാൾ വരുന്നുണ്ടേ, പണക്കാരനാന്ന് തോന്നുന്നത്. ശ്രുതി അങ്ങോട്ട് ചെന്നേ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയെ പറഞ്ഞയക്കുകയാണ്. സാർ, എന്ത് വേണം സാർ? സാർ ഇതൊക്കെ നോക്കാൻ വേണ്ടി വന്നാണോ സാർ? അതെ, എനിക്കേ ഒരെണ്ണമല്ല വേണ്ടത്, എനിക്ക് ഒത്തിരി കൂടുതൽ സാധനങ്ങൾ വേണമെന്ന് പറയുകയാണ്. ആണോ സാർ? കൂടുതൽ സാധനങ്ങൾ സാറിന് വേണം? അപ്പോൾ ശ്രുതിക്കൊക്കെ ഭയങ്കര സന്തോഷം തോന്നുകയാണ്. സാർ പറയൂ സാർ, എന്താണ് സാറിന് വേണ്ടത്? എനിക്കൊരു കൊട്ടേഷൻ എടുക്കണം, ആദ്യം ഒരു പേനയും പേപ്പറും. അങ്ങനെ പേനയും പേപ്പറും എടുത്തുകൊണ്ട് വരിക. സാർ പറയൂ സാർ, എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചപ്പോഴേക്കും ഇവിടുത്തെ ഏറ്റവും വലിയ ഫ്രിഡ്ജിന് എന്താണ് റേറ്റ് വരുന്നത്? സാർ, ഇവിടെ ഡബിൾ ഡോറിൻ്റെ ഫ്രിഡ്ജുണ്ട്, അതിന് ഒരു 1.5 ലക്ഷം രൂപയാണ് സാർ വരുന്നത് എന്ന് പറയുകയാണ്. അത് ശരി, എങ്കിൽ പിന്നെ അതൊരെണ്ണം എഴുതിക്കോ. പിന്നെ വാഷിംഗ് മെഷീൻ, പിന്നെ 85 ഇഞ്ചിൻ്റെ TV ഉണ്ടോ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും
ഉണ്ട് സാർ, അതും ഒരെണ്ണം എടുത്തോ. അങ്ങനെ ഇങ്ങനെ കുറേ സാധനങ്ങൾ എഴുതുകയാണ്. ഇവിടെ എല്ലാം നല്ല ബ്രാൻഡഡ് സാധനങ്ങളാണല്ലേ സാർ, കമ്പനി സാധനം തന്നെയാണ് സാർ, ഒരു സംശയമില്ല സാർ. ആ എങ്കിൽ ഇതെല്ലാം എഴുതി വെച്ചോ സാർ. ഇപ്പോൾ ഒരു 11 ലക്ഷം രൂപ ആയിട്ടുണ്ട് സാർ. ഓ, 11 ലക്ഷം രൂപ ആയുള്ളോ? അത് വെറും നിസ്സാരമാണല്ലോടോ എന്നൊക്കെ ശ്രുതിയോട് പറഞ്ഞപ്പോൾ, എനിക്കറിയാം സാർ, അപ്പോഴേ ഞാൻ സാറോട് പറഞ്ഞില്ലേ, ദേ ഇവിടെയല്ല മറ്റുള്ള ഷോറൂമിനെക്കാളും വില കുറച്ചാണ് സാർ സാധനങ്ങളെല്ലാം കൊടുക്കുന്നത്. അതുകൊണ്ട് ഇനിയും കൂടുതൽ സാധനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ സാറിന് ലാഭം മാത്രമേ ഉണ്ടാവുള്ളൂ സാർ, ഇതിലൊരു നഷ്ടവും ഉണ്ടാവില്ല എന്ന് പറയാണ്. ഓ, അങ്ങനെയാണോ കാര്യങ്ങൾ? അങ്ങനെയാണെങ്കിൽ ഇനിയും വരും ഞാൻ. സാർ, അപ്പോൾ ക്യാഷ് ഞങ്ങൾ ഇതെല്ലാം പാക്ക് ചെയ്യട്ടെ സാർ? ക്യാഷ് ഇപ്പോഴല്ല, അത് 7-ാം തീയതി കഴിയുമ്പോഴേക്കും ക്യാഷ് തരാം. 7-ാം തീയതി കഴിയുമ്പോഴോ? അതെ, 7-ാം തീയതി കഴിയുമ്പോൾ ക്യാഷ് തന്നിട്ട് പിറ്റേ ദിവസം ഞാൻ സാധനങ്ങൾ എടുത്തുകൊണ്ട് പോയാൽ പോരേടോ? അത് മതി സാർ. എനിക്ക് ഞാനൊരു ലോട്ടറി എടുത്തിട്ടുണ്ട്. ലോട്ടറിയോ? ഒരു ലോട്ടറി. അത് 1 കോടി രൂപയുടെ ലോട്ടറിയാണ്. ഈ പ്രാവശ്യം ജോത്സ്യൻ എന്നോട് പറഞ്ഞത് ലോട്ടറി തനിക്ക് തന്നെയാണ് അടിക്കാൻ പോകുന്നതെന്ന്. ഇത് കേട്ട ശ്രുതി ആകെ ചമ്മി നാറിയ അവസ്ഥയിലായി പോവുകയാണ്. അത് കൊള്ളാം. അപ്പൊ പോക്കറ്റിൽ 10ന്റെ പൈസ ഇല്ലാതെയാണ് ഇങ്ങോട്ട് കയറി വന്നത് അല്ലേ? തൻ്റെ കയ്യിൽ പൈസയൊന്നും ഇല്ലല്ലേ? എടോ, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ലോട്ടറി അടിക്കും, അത് കൺഫേമാ. ജോത്സ്യൻ ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ്, ദേ ലോട്ടറി അടിക്കുമെന്ന്. അപ്പോൾ ഈ സാധനങ്ങൾ മൊത്തം ഞാൻ എടുക്കും. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എണീക്കടാ എന്നോട് പറഞ്ഞത്. ഈടാ, ലോട്ടറി അടിച്ചിട്ട് സാധനം എടുക്കാൻ വേണ്ടി വന്നിരിക്കുന്ന അയാൾ, എടാ തനിക്കുന്ന ആണോ ഉണ്ടോടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, എന്താണ് മിസ്റ്റർ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഞാനിതിനു മുമ്പ് വേറൊരു ഷോറൂമിലേക്ക് പോയി ഈ കാര്യങ്ങൾ തന്നെയാണ് ഞാൻ അയാളോടും പറഞ്ഞത്. പക്ഷേ അയാൾ ഇതേപോലെ ദേഷ്യപ്പെട്ടൊന്നുമില്ല. പക്ഷേ താൻ എന്തിനാണോ ദേഷ്യപ്പെടുന്നത്? തന്നെ ദേഷ്യപ്പെടുന്നതല്ല വേണ്ടത്, തന്നെ ഞാൻ അടിച്ചിറക്കേ വേണ്ടത്. എടാ ബോഡിഗാർഡ്, താൻ എന്താണ് നോക്കി നിൽക്കുന്നത്? ഇവനെ പുറത്ത് എടുത്തുകൊണ്ട് പോയി ഇട് എന്നൊക്കെ പറയാം. അങ്ങനെ ഈ ബോഡിഗാർഡ് ഓടി വന്നിട്ട് ഇയാളെ, ഈ സാധനം അടിക്കാൻ വന്ന ആളെ തൂക്കി എടുത്തിട്ടുണ്ടോ ഒറ്റ പോക്കാണ്. ദൈവമേ, ഓരോ എണ്ണങ്ങൾ കയറി വന്നോളും മനുഷ്യനെ ശല്യപ്പെടുത്താൻ വേണ്ടി. ഇതിനൊക്കെ നാളല്ലേ ലോട്ടറി അടിച്ചിട്ട് അവൻ സാധനങ്ങൾ എടുക്കാൻ വേണ്ടി പോകുന്നു, നാണമില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുക. അങ്ങനെ ഈ ഗുണ്ടയാണെങ്കിൽ, ഈ ബോഡിഗാർഡ് ആണെങ്കിൽ ഇയാളെ കൊണ്ട് പുറത്ത് തള്ളുക. അപ്പോഴേക്കും ഒരു സ്ത്രീ വന്നിട്ട്, അതെ ഇത് ശ്രുതി സാറില്ലേ ഇവിടെ? ഉണ്ടല്ലോ, ശ്രുതി സാറിൻ്റെ കയ്യിലേക്ക് ഈ ലെറ്റർ കൊടുത്തേക്കട്ടോ. ശരി, ഞാൻ കൊടുത്തേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ ആ ലെറ്റർ മേടിച്ചുകൊണ്ട് നേരെ ശ്രുതിയുടെ അടുത്തേക്ക് പോവുകയാണ്. സാറേ, ദേ സാറും തരാൻ വേണ്ടി ഒരു ലെറ്റർ. ലെറ്റർ മേടിച്ചിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നു. എടോ, ഈ ലെറ്ററിന്റെ പ്രശ്നം കാരണമാണ് തന്നെ ബോഡി ഗാർഡായിട്ട് എൻ്റെ കൂടെ നിർത്തിയിരിക്കുന്നത്. ആ സമയത്ത് താൻ ലെറ്റർ മേടിച്ചുകൊണ്ട് എൻ്റെ മുന്നിലേക്കാണോ വരേണ്ടത്? എടോ, ഇടിച്ച് നിരപ്പാക്കണ്ടേ? ആരാടോ വന്നത് ലെറ്ററും എടുത്തുണ്ട്? അറിയില്ല സാർ, സാറിൻ്റെ കയ്യിലേക്ക് ഈ ലെറ്റർ കൊടുക്കാനായിട്ട് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ ലെറ്റർ മേടിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നു സാർ. ആരാണ് എന്താണെന്നോ ഒന്നും അറിയില്ല സാർ എന്ന് പറയാം. അയ്യോ, എന്തൊരു കഷ്ടമാണോ, തന്നെയൊക്കെ ഞാൻ എന്തിനാടാ വെച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ആ ലെറ്റർ വായിച്ച് നോക്കിയാണ്. ശ്രുതി, നിങ്ങളെ എനിക്ക് കാണണം. ഞാൻ അമ്പലത്തിലുണ്ട്. അമ്പലത്തിൽ കറുപ്പിൽ വെള്ളപ്പുള്ളിയുള്ള ഷർട്ടായിട്ടിരിക്കുന്നത് എന്നിങ്ങനെ എഴുതിയിരിക്കുക അതിൽ. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിയാണെങ്കിൽ ആകെ അമ്പരം നിൽക്കുകയാണ്. ശ്രുതി, നമുക്കിപ്പോൾ തന്നെ അമ്പലത്തിലേക്ക് പോകണം, എന്നിട്ട് കണ്ടുപിടിക്കണം അവനെ. അപ്പം ശ്രുതിക്ക് പേടി തോന്നുകയാണ്. എൻ്റെ ദൈവമേ, ശ്രുതി അത് വേണം ശ്രുതി, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. എന്തിനാണ് അവരുടെ പിന്നാലേക്ക് പോകുന്നത്? ഇത് ശ്രുതിയെ ആരോ പറ്റിക്കാൻ വേണ്ടി ചെയ്ത കാര്യമാണെന്ന്. ഇല്ല, അവൻ ആരാണെങ്കിലും അവനെ എനിക്ക് കണ്ടെത്തിയേ മതിയാവുള്ളൂ. അങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ലല്ലോ അവനെനിക്ക് കണ്ടെത്തണം ശ്രുതി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് തന്നെ അമ്പലത്തിൽ പോകണം. അപ്പോൾ ശ്രുതിയാണെങ്കിൽ എൻ്റെ ദൈവമേ, അത് നവീൻദാസിൻ്റെ പരിപാടി തന്നെയാണ്. അവനാണ് ഈ ലെറ്റർ എല്ലാം അഴച്ചു വിടുന്നത്. എനിക്കാകെ ടെൻഷൻ ആവുന്നല്ലോ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ശ്രുതിയെ പിടിച്ച് ഇവിടെ നിർത്താനും പറ്റില്ല. ശ്രുതി നമുക്ക് അമ്പലത്തിൽ പോണം ശ്രുതി. എങ്കിൽ പിന്നെ ശ്രുതി പോയിട്ട് പറ്റില്ല, ശ്രുതിയും കൂടെ വന്ന. ദേ ഇവനെ കൊണ്ട് അവനെ ആട്ടിച്ച് നിരപ്പാക്കണം, കേട്ടോടാ? ശരി സാർ, ഞാൻ ഓർഡർ ചെയ്തോളാം സാർ. യെസ് ബോസ് സാർ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്ന നമ്മൾ ശ്രീകാന്തിനെയാണ്. അപ്പോൾ ശ്രീകാന്ത് ആണെങ്കിൽ നല്ലൊരു പാട്ടൊക്കെ കേട്ട് അടിച്ച് പൊളിച്ച് നല്ല താളം പിടിച്ചൊക്കെ ഇങ്ങനെ നിൽക്കുക. അപ്പോഴാണ് വർഷ കയറി വരുന്നത്. ഈ ഒരു കാര്യം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വർഷയ്ക്ക് കൂടുതൽ ഡൗട്ട് തോന്നിനെ കണ്ടില്ലേ, അവൻ പാട്ടും കേട്ട് ആസ്വദിച്ച് അങ്ങോട്ട് ഇരിക്കുകയാണ്. ശ്രീകാന്തേ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. വർഷ വന്നോ? എന്താ ശ്രീകാന്തേ? ഞാൻ പാട്ട് കേൾക്കാണ്. ഇത് കുറച്ച് പാട്ട് കേൾക്കൽ കൂടുതലാണല്ലോ, ഭയങ്കര ആസ്വദിച്ചാണല്ലോ. ഏതു പാട്ടാ കേൾക്കുന്നത്? നീ പാട്ട് തന്നെയാണോ കേൾക്കുന്നത്? സത്യമായിട്ട് ഞാൻ പാട്ടാ കേൾക്കുന്നത്. വേണമെങ്കിൽ പാട്ട് കേൾപ്പിച്ചേനോ? വേണ്ട, ഇതേ കുറച്ച് ഓവറാവുന്നുണ്ട്. അതെ, കുറച്ച് ഓവറാകുന്നുണ്ട്. അതെ, ഞാനും എൻ്റെ ഹോട്ടലിൻ്റെ ഓണറില്ലേ
പ്രിയയും കൂടി ഞങ്ങൾ രണ്ടുപേരും കൂടി വണ്ടി വരികയായിരുന്നു. അപ്പോൾ വണ്ടിയിൽ വെച്ച പാട്ടാ നല്ല ആസ്വദിച്ചാണ് ഞങ്ങൾ പാട്ടും കേട്ട് വന്നത്. നല്ല രസമായിരുന്നു വർഷേ, നല്ല ആസ്വദിച്ചാ വന്നെന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ഇപ്പൊ കുറച്ച് ആസ്വാദനം കൂടുതലാണ്, അതെല്ലാം ഞാൻ മാറ്റിത്തരുന്നത്. എന്നെന്താ വർഷം നീ ഇങ്ങനെ പറയുന്നത്? എന്നോടേ അമ്മ പറഞ്ഞായിരുന്നു നിങ്ങള് അവളായിട്ട് സംസാരിച്ചിരിക്കുന്നതെന്ന്. ഓ, അമ്മ വന്ന് പറഞ്ഞായിരുന്നോ? ശരിക്കും പറഞ്ഞാൽ നല്ല ടാലൻ്റ് ഉള്ള പെണ്ണാണ് കേട്ടോ. അവൾ നല്ല രീതിയിൽ തന്നെയാണ് സംസാരിക്കുന്നത്. നമ്മൾ ആരും ഒരാകർഷിക്കുന്ന ഒരു ടൈപ്പാണ്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വർഷയ്ക്ക് കാലി വയ്ക്കണം. നീ ആള് കൊള്ളാലോ, എൻ്റെ അമ്മ പറഞ്ഞപ്പോൾ ഇതൊന്നും ഞാൻ വിശ്വസിച്ചില്ല, നിന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു. അപ്പോൾ നീ ആ പെണ്ണിനെ കുറിച്ച് പറയുകയാണല്ലേ, നിന്നെ ഞാനുണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് വർഷ പിടിച്ച് ശ്രീകാന്തിനെ പിടിച്ച് തല്ലുകയാണ്. അപ്പോൾ ശ്രീകാന്ത് ചോദിക്കണം, നീ എന്തിനാ വർഷ എന്നെ പിടിച്ച് തല്ലുന്നത്, ഇതെന്ത് കാര്യമാണ് എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ പിടിച്ചിങ്ങനെ തല്ലുന്ന കണ്ടുകഴിഞ്ഞപ്പോഴേക്കും രേവതിയും അതേപോലെ തന്നെ സച്ചിയും കൂടി ഓടി വരികയാണ്. അയ്യോ എന്തു പറ്റി, ഇതെന്തിനാണ് വർഷേ, എന്തിനാണ് ശ്രീകാന്തിനെ പിടിച്ച് തല്ലുന്നത് എന്ന് ചോദിക്കുമ്പോൾ അത് ശ്രീകാന്തിനെ തന്നെ ചോദിക്കുക സച്ചിയേട്ടാ, ശ്രീകാന്തിനോട് തന്നെ എന്താടാ കാര്യം, നീ എന്തിനാടാ വർഷയോട് നീ എന്ത് തെറ്റാണ് ചെയ്തത്? അയ്യോ ചേട്ടാ ഞാനൊന്നും ചെയ്തില്ല സച്ചിയേട്ടാ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, പിന്നെ എന്തിനാടാ വർഷ നിന്നെ പിടിച്ചടിച്ചത്? അങ്ങനെ വർഷ നിന്നെ പിടിച്ചടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ, എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നിന്നെ അവൾ പിടിച്ചടിക്കുള്ളൂ, അതെനിക്ക് അറിയാവുന്ന കാര്യം തന്നെയാ. പറയടാ, നീ എന്ത് തെറ്റാ ചെയ്തത്? അയ്യോ സച്ചിയേട്ടാ ഞാൻ ഒരു തെറ്റും ചെയ്തില്ല സച്ചിയേട്ടാ, ഞാനിവിടെ പാട്ടും കേട്ടിരിക്കണായിരുന്നു സച്ചിയേട്ടാ. മോളെ വർഷേ പറ മോളെ, മോളു പറ. മോളോ? അതേടാ മോള് തന്നെയാണ്. ഇവൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിന്നെ ഞാൻ ശരിയാക്കും. മോളെ വർഷേ, എന്താന്ന് വെച്ചാ ഈ ചേട്ടനോട് പറ, ചേട്ടൻ പരിഹരിച്ചു തരാം എന്ന് പറഞ്ഞപ്പോഴേക്കും സച്ചിയേട്ടാ അത് ആ കാര്യം ഞാൻ പറയാം, ആദ്യം ഞാൻ ഇവനോടൊന്ന് പറഞ്ഞ് സോൾവ് ആക്കട്ടെ, അതിനുശേഷം എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ സച്ചിയേട്ടനോട് പറയണം മോളെ, പറഞ്ഞില്ലെങ്കിൽ ഇവനെ വഷളായി പോകുമെന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും പോവാണ്. അപ്പോഴേക്കും വർഷേ നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത്? നിന്നെ മോളെ എന്നാണല്ലോ സച്ചിയേട്ടൻ വിളിച്ചത്? അതെ എൻ്റെ ചേട്ടനാ സച്ചിയേട്ടൻ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലേ അവര് കൈകാര്യം ചെയ്തോളും. എടാ നിന്റെ കാര്യം ഞാൻ പറയട്ടെ, പറഞ്ഞു കഴിഞ്ഞാൽ നിന്നിടിച്ച് പമ്പരമാക്കും. അയ്യോ എൻ്റെ പൊന്നു വർഷേ, സച്ചിയേട്ടനോട് പറയരുത്. ഇനി സച്ചിയേട്ടൻ ഇടി കൊണ്ടിക്കൊള്ളാൻ എനിക്ക് വയ്യ, ആ കൈയുടെ ഒരു അടി കൊണ്ടാൽ മതി, ഞാൻ നിലത്ത് കിടന്ന് പെടയും, അതുകൊണ്ട് ദയവ് ചെയ്ത് പറയരുത് എന്ന് പറയാ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ശ്രുതിയും ഈ കൊട്ടേഷൻ ടീമും കൂടി ഇങ്ങനെ വന്നിരിക്കുക, അതായത് ബോഡിഗാർഡും കൂടി അമ്പലത്തിന്റെ മുന്നിൽ വന്നിരിക്കാം. അപ്പൊ ശ്രുതി ഇറങ്ങിയാണ്. അപ്പൊ ശ്രുതിക്ക് ഇറങ്ങാൻ പേടി. ശ്രുതി പറയാ ഞാനിവിടെ നിന്നോളാം, നീ ഏതെങ്കിലും പോയിട്ട് വാ. പറ്റില്ല, നീയും കൂടി വന്നേ മതിയാവുള്ളൂ എൻ്റെ ശ്രുതി. അപ്പോൾ ബോഡിഗാർഡിനാണെങ്കിൽ വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പറ്റുന്നില്ല. സാർ എനിക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പറ്റുന്നില്ല സാർ എന്നെ ഹെൽപ്പ്. ദൈവമേ ഇവനെന്താ ഇറങ്ങാൻ പറ്റാത്തത്? ഓ നീ എങ്ങനെയാണ് അതിൻ്റെ ഉള്ളിലേക്ക് ഇടിച്ചു കയറിയത്? ഇപ്പം നിനക്ക് ഇറങ്ങാനും പറ്റുന്നില്ലേ എന്ന് ചോദിക്കുക. സാർ ദയവ് ചെയ്ത് സാർ എന്നെ പെട്ടെന്ന് ഇറക്ക് സാർ. അങ്ങനെ പതിയെ ഇറങ്ങാം. അങ്ങനെ ഇവർ മൂന്നുപേരും കൂടി അമ്പലത്തിലേക്ക് ചെല്ലുകയാണ്. സാർ അവനെ കണ്ടാൽ എങ്ങനെ തിരിച്ചറിയും? അതാതെ കറുപ്പിൽ വെള്ളപ്പുള്ളിയുള്ള ഷർട്ട് അവൻ ഇട്ടിരിക്കുന്നത്. അങ്ങനെ ആരെ കണ്ടാലും നീ പിടിക്കണോടാ. ഓക്കെ ബോസ് ഞാൻ പിടിച്ചോളാം എന്ന് പറഞ്ഞോണ്ട് ഇവര് അമ്പലത്തിന് ചുറ്റുക. അപ്പൊ ശ്രുതി നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഒരു സ്വാമിയാർ അവിടെ ഇരിക്കുന്നതാണ് കാണുന്നത്. അപ്പൊ സ്വാമിയാരെ തന്നെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കിയാണ്, സ്വാമിയാരെ ശ്രുതിയെ സൂക്ഷിച്ചു നോക്കിയ. അപ്പോൾ ശ്രുതി ഇങ്ങനെ സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിക്ക് മനസ്സിലായത് നവീൻ ദാസ് ആണല്ലോ. അവൻ സ്വാമിയാരുടെ വേഷം കിട്ടി ഇവിടെ വന്നിരിക്കുകയാണല്ലോ എന്നിങ്ങനെ ശ്രുതിക്ക് മനസ്സിലാവുകയാണ്. അപ്പോൾ ശ്രുതി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ശ്രുതി നീ എന്താ ഇവിടെ നിൽക്കുന്നത്? അവിടെ നോക്കി എന്ന് പറയും. ആ സ്വാമിയാരെ നോക്കിയാണ്. എൻ്റെ ദൈവമേ വലിയ ജ്ഞാനമുള്ള സ്വാമിയാരെന്നാണ് തോന്നുന്നത്, നമുക്ക് അനുഗ്രഹം മേടിക്കാം. അതിൻ്റെ ആവശ്യമുണ്ട്, മേടിക്കണം. സ്വാമി എന്നെ അനുഗ്രഹിച്ചാലും സ്വാമി എന്ന് പറഞ്ഞപ്പോഴേക്കും അനുഗ്രഹിക്കുക. നീ നന്നായി വരുമോനെ എന്ന് പറയാണ്. സ്വാമിയെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ സ്വാമി. അത് പിന്നെ ഹിമാലയത്തിലായിരിക്കും. അങ്ങനെയാണെങ്കിൽ കാണാൻ സാധ്യതയില്ല. ഹിമാലയത്തിൽ നിന്ന് വന്നാണല്ലേ? അതേ മകനെ, ഞാൻ ഹിമാലയത്തിൽ നിന്ന് വന്നാണ്. സ്വാമിയാരെ എനിക്ക് ഒരുപാട് പ്രശ്നമുണ്ട്, അതെല്ലാം പരിഹരിക്കണം. ഏറ്റവും വലിയ പരിഹാരം എന്താണെന്നറിയാമോ? വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുക. അമ്പലത്തിലേക്കുള്ള അന്നദാനത്തിന് വേണ്ടി ഈ ഉണ്ടിയിൽ പൈസ ഇട്ടാലും മോനെ എന്ന് പറഞ്ഞപ്പോഴേക്കും നമ്മുടെ ശ്രുതി പൈസ ഇടാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ഈ സ്വാമിയാരാണെങ്കിൽ ശ്രുതിയെ നോക്കി കല്യാണി എന്നും പറഞ്ഞുകൊണ്ട് വിളിക്കുക. ഇത് കേട്ടതും ശ്രുതി ആകെ ഞെട്ടിപ്പോവുക. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസ. നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.